ഹലോ ഗായ്സ്, ഞാൻ ഈവനിങ് ഞാനൊരു സ്പെഷ്യൽ നമ്മുടെ നാട്ടിലെ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ നാട്ടിലും പഴംപൊരി എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ വഴകിയപ്പോന്നാണ് പറയുന്നത്. ഞാനെല്ലാം മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മൈദാമാവും മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വഴക്കപ്പം മറ്റേ ഏത്തക്ക എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ, പക്ഷേ നമ്മുടെ ഇവിടെ റൈസിങ് ഫ്ലവറോ അങ്ങനെ കണ്ടാ പറയുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരിക്കുക. നമ്മൾ ഈ ഇതെടുത്ത് ഇതിനകത്ത് മുക്കി എണ്ണയ്ക്കകത്ത് ഇടുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് വഴുക റെഡി. അപ്പം ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നിട്ട്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വേണ്ട, എണ്ണ ഇവിടെ ചൂടാകുവാണ്. എണ്ണ ഇവിടെ ചൂടായി. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് എടുത്തിടാം. ഇങ്ങനെ കുഴയ്ക്കുക. നമ്മൾ പയ്യെ പയ്യെ എടുത്തിടുക. എണ്ണ ഇച്ചിരി ലോ ഫ്ലെയിമിൽ വെക്കുക. തീ ഇച്ചിരി ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈ എണ്ണ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിടുക. അങ്ങനെ നമ്മൾ വഴക്കപ്പം റെഡിയാവും. സ്പെഷ്യൽ വാഴയ്ക്കാപ്പം ഉണ്ടാക്കാൻ തന്നെ പഴം എടുത്തത് അത് ഇച്ചിരി പഴുത്ത് കറുത്തുപോയി. കറുത്ത് അതിൽ കഴിക്കാൻ ഇച്ചിരി പാടാ എല്ലാവർക്കും. അപ്പോൾ നമ്മളത് വാഴയ്ക്കാപ്പം ആക്കും. അപ്പോൾ അത് രണ്ടുപേരും കഴിക്കും. ഇനി നമ്മൾ നമുക്ക് ഒരേത്തക്കയും കൂടെ ഉണ്ട്. കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരേത്തക്കയും കൂടെ ഇരിപ്പുള്ളൂ. അതും കൂടെ കറുത്ത് ചെയ്താണ്. ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ കോലമായിട്ടുണ്ട്. ഈ കോലം കണ്ടെന്ന് ആരും കഴിക്കത്തില്ല. അങ്ങനെ അത് വാഴക്കാപ്പാവും. അപ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടുപേരും കഴിക്കും. അടികൂടി തന്നെ കഴിക്കും. ഇത് ഞാൻ രണ്ടുപേർക്ക് ഈക്വലായിട്ടാണ് പൊരിക്കുന്നത്, അടികൂടാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കൺഫേം അടിയാണ് ഇവിടെ. ഞങ്ങളിവിടെ വന്നിട്ട് വാഴക്കാപ്പം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഈസ്റ്റ് ടൈമിൽ പോയി നവരുചി പോയപ്പോഴത്തേക്ക് ഇതാണൊക്കെ കൊച്ചൊരു വാഴക്കാപ്പം അത് ഉണ്ടായിരുന്നത്. ഇത്ര അതൊന്നും അറിയത്തില്ല, ഓർമ്മയില്ല. ഇങ്ങനെ ഒരു വാഴക്കാപ്പം ഞങ്ങൾ ടേസ്റ്റിന് വേണ്ടി അന്ന് കഴിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോഴാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനിത് ഫ്രൈ ആയിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓഫ് ചെയ്തോ? ഇത് ഒരു സൈഡ് വന്നിട്ടുണ്ട്. നമ്മളിത് തിരിച്ചിടുവാണ്. നമ്മൾ കറക്റ്റ് ആവുമെന്ന് അറിയാൻ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു സൈഡ് നൈസിന് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിലോട്ട് നമ്മൾ എല്ലാം തിരിച്ചിട്ടോണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു. അതാണ് പ്രശ്നമായത്. മുറിച്ച് നമുക്ക് ഓരോന്നെല്ലാം തിരിച്ചിടാം. നമുക്ക് രണ്ടും കൂടെ ഇട്ടാൽ തിരിച്ചാം. എപ്പോഴും പൊടിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതിനകത്താണ് ഇടുന്നത്. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പൊ കുറെ ഓയിലൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ പിടിക്കും. എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് ഇതിന്റെ പുറത്ത് ടിഷ്യൂ വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എണ്ണ മൊത്തം. നമ്മൾ വാഴയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലോട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ചെയ്യുന്നില്ല. ഓരോന്നായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഴയ്ക്കപ്പം ഇച്ചിരി മൂത്തിട്ട് കഴിക്കുന്ന ഇഷ്ടമാണ്? ഇച്ചിരി ഇപ്പോൾ മുരിഞ്ഞത് നല്ല ടേസ്റ്റ് അല്ലേ? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പഴുത്തേം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പ്രത്യേകിച്ച്. അങ്ങനെ നമ്മളെ വാഴയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വാഴയ്ക്കപ്പം. നമ്മൾ വാഴയ്ക്കപ്പം റെഡി. നമ്മളിത് എടുക്കാൻ പോകണം, കഴിക്കാൻ പോകണം. അങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടോ? നമ്മൾ ഈ പേപ്പർ കണ്ടോ? നിറയെ എണ്ണയായിട്ട് ഇരിക്കുന്ന കണ്ടോ? അപ്പോൾ എണ്ണ ഇത്രയും അതങ്ങ് പിടിച്ചോളും. മാറ്റുക, ഓരോന്നോരോന്ന് എടുക്കുക, ഞാൻ കഴിക്കുക. മുഴുവനായിരിക്കും. പഴുത്ത തേപ്പണം.
അങ്ങനെ ഞെക്കുമ്പോഴേ എണ്ണ അങ്ങനെ അതുണ്ടോ, തോനെ എണ്ണ ഒന്നും വരാത്ത നമ്മൾ എണ്ണ അതിനകത്ത് പിടിച്ച്. അപ്പം ഞാനിത് കഴിക്കട്ടെ ഗൈസ്. കഴിച്ചിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.